സ്വന്തം ഭാഗം 118. കുറച്ചു സമയം കൂടി അവർ 4 പേരും മറൈൻ ഡ്രൈവിലൂടെ നടന്നു. സഞ്ജീവിൻ്റെ കണ്ണുകൾ അവിടെ ശ്രീദേവിനെ തിരയുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ അവർ ശ്രീദേവിനെ കണ്ടില്ല. സഞ്ജീവേട്ടാ, ശ്രീദേവി സാറ് ഇങ്ങോട്ട് വന്നില്ലേ? വരാൻ വേണ്ടിയാണല്ലോ ഞാൻ അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചത്, അവൻ പറഞ്ഞു. നീ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ ഇവിടെ എവിടെയോ ഉണ്ട്, മറിഞ്ഞിരിക്കുകയാണ്, പുറത്തേക്ക് വന്നിട്ടില്ല. വരാത്തതിന് കാരണം ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്, സഞ്ജീവ് പറഞ്ഞു. എന്തായാലും മറിഞ്ഞു തന്നെ ഇരിക്കട്ടെ എന്ന് ശ്രീദേവ് രംഗത്തോട്ട് സ്വയം വരുന്നോ അന്ന് ദക്ഷ അവനെ കണ്ടാ മതി. നമ്മളായിട്ട് ഒന്നും പറയാൻ നിൽക്കണ്ട, സഞ്ജീവ് പറഞ്ഞു. കുറച്ച് സമയം കൂടി അവർ ഒരുമിച്ച് 4 പേരും നടന്നു. അവിടെ നിന്നും കപ്പലണ്ടിയും മറ്റും വാങ്ങിക്കഴിച്ചു. ഐസ്ക്രീം വേണമെന്ന് ശരണ്യ വാശി പിടിച്ചെങ്കിലും അഥർവ് ഒട്ടും സമ്മതിക്കാതെ അവളെയും കൊണ്ട് കാറിലേക്ക് കയറി. അവരുടെ കാർ അവിടെ നിന്നും പോകുന്നത് തൻ്റെ കാറിലിരുന്നു കൊണ്ട് ശ്രീദേവ് കണ്ടു. അവന് ദേഷ്യം തോന്നി. അവൻ്റെ കണ്ണുകളിൽ നിന്നും 2 നീർത്തുള്ളികൾ താഴേക്കിറങ്ങി. വിട്ടുകളഞ്ഞതാ ഞാൻ അവളെ, വിട്ടുകളഞ്ഞത്. സ്വയം അകന്നു പോയതായിപ്പോ അവൾ, ശ്രീദേവ് സ്വയം പറഞ്ഞു. ഫ്ലാറ്റിൽ ചെന്നതും ദക്ഷ വേഗം തന്നെ ഫ്രഷ് ആവാനായി കയറി. ഫ്രഷായി അവൾ പുറത്തേക്കിറങ്ങിയതും ബെഡിൽ കിടക്കുന്ന ശരണ്യയെ കണ്ടു. വന്നിട്ടൊന്ന് ഫ്രഷായിട്ട് വരാൻ പാടില്ലേ മോളെ? അവിടുത്തെ പൊടിയും കാറ്റും എല്ലാം അടിച്ചതല്ലേ? ദക്ഷ ചോദിച്ചു. ചേച്ചി, നല്ല ക്ഷീണം, ശരണ്യ പറഞ്ഞു. എങ്ങനെ ക്ഷീണമില്ലാതിരിക്കും? നീ ഇപ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ ഒത്തിരി വണ്ണം വയ്ക്കുന്നുണ്ട് കേട്ടോ, ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇനി വേണ്ട, നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വർക്കൗട്ടും ചെയ്യണം, കേട്ടല്ലോ? എൻ്റെ പൊന്നു ചേച്ചി, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഞാൻ പിന്നീട് കുറച്ചോളാം, കുറച്ച് നാൾ കൂടി കഴിഞ്ഞിട്ട് ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്തോളാം. എനിക്ക് ഇപ്പോൾ വർക്കൗട്ടിനൊന്നും പറ്റില്ല. രാവിലെ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ടല്ലോ, ഇവിടെ തന്നെയല്ലേ ജിമ്മ്? എൻ്റെ ഒപ്പം വന്നോ? വന്നേ പറ്റൂ, ദക്ഷ പറഞ്ഞു. അത് ചേച്ചി 5 മണിക്ക് പോകില്ലേ? ഞാൻ വരില്ല. രാവിലെ 10 മണിക്കോ 12 മണിക്കൊക്കെ ആണെങ്കിൽ നോക്കാമായിരുന്നു, അല്ലെങ്കിൽ വൈകിട്ടാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. രാവിലെ തന്നെ ഞാൻ വരില്ല, അവൾ പറഞ്ഞു. അതെന്താ നിനക്ക്? എനിക്ക് ഉറങ്ങണം. അതിനെന്താ, നേരത്തെ കിടന്നുറങ്ങിക്കോ, രാവിലെ അപ്പോൾ നേരത്തെ എഴുന്നേക്കാൻ പറ്റും, ദക്ഷ പറഞ്ഞു. ചേച്ചി പ്ലീസ്, വെക്കേഷനല്ലേ, എനിക്ക് ഉറങ്ങണ്ടേ? ഞാൻ കുട്ടിയല്ലേ, വളരേണ്ട പ്രായമല്ലേ, ഉറങ്ങിയാലല്ലേ ഞാൻ വളരൂ. അവൾ പറയുന്നത് കേട്ട് ദക്ഷയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. പറ്റില്ല, നാളെ മുതൽ എൻ്റെ ഒപ്പം വരണം, ദക്ഷ ഉറപ്പിച്ച് പറഞ്ഞു. എന്നാ ഒരു കാര്യം ചെയ്, ഈ ആഴ്ച കൂടി ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കട്ടെ. ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഒന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ആ ട്രെയിനറില്ലേ, അയാളെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ചേച്ചി ഇപ്പോൾ 2-3 ദിവസമല്ലേ ആയിട്ട് പോയി തുടങ്ങിയിട്ട്. ഞാൻ ആദ്യത്തെ ദിവസം ചേച്ചിയോടൊപ്പം വന്നപ്പോൾ തന്നെ അയാളെ എനിക്ക് അത്ര പിടിച്ചില്ല, അവൾ പറഞ്ഞു. നമ്മൾ അവിടെ വർക്കൗട്ട് ചെയ്യാനാണ് പോകുന്നത്, അവിടെയുള്ളവരുടെ സൗന്ദര്യം നോക്കാനോ അവരുടെ സ്വഭാവം നോക്കാനോ ഒന്നുമല്ല നമ്മൾ പോകുന്നത്, കേട്ടോ, ദക്ഷ പറഞ്ഞു. എന്നാലും ഒന്ന് ചിരിച്ചിരുന്നെങ്കിൽ ഞാൻ പോയനെ. ഇത് കടന്നൽ കുത്തിയതുപോലെയല്ലേ ഇരിക്കുന്നത്. അയാളോട് കാശ് കടം ചോദിക്കാൻ ചെന്നതുപോലെയാ അയാളുടെ മുഖഭാവം, ശരണ്യ പറഞ്ഞു. നീ ഇങ്ങനെ പലതും പറഞ്ഞ് ഒഴിയും. ഞാനും അഥർവും പിന്നെ സഞ്ജീവേട്ടനും രാവിലെ തന്നെ പോകുന്നുണ്ട്. നീ ഇവിടെ പുതച്ചു മൂടി കിടക്കുന്ന സമയം ഞങ്ങളുടെ കൂടെ വന്നാൽ മതി, ദക്ഷ പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും വട്ടാണ്. ഉറങ്ങേണ്ട സമയത്ത് കിടന്നുറങ്ങാതെ ജിമ്മിൽ കിടന്ന് വേർക്കാൻ പോകുന്നു. ഞങ്ങൾക്ക് വട്ടാണ്, ആ വട്ടിൻ്റെ ഭാഗമാവാൻ റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും ദക്ഷ പുറത്തേക്കിറങ്ങി. ഇതെന്തൊരു കഷ്ടമാണ്, എനിക്ക് വയ്യ, അവൾ പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു പുറത്തേക്ക് ചെന്നു. ദക്ഷ കിച്ചണിൽ ചെന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടതും ചേച്ചി ഞാൻ വരണോ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ ദക്ഷയുടെ പുറകെ നടന്നു. ആ വെള്ളവുമായി ചെന്ന് അവൾ ബാൽക്കണിയിലിരുന്നു. അതും കുടിച്ചുകൊണ്ട് അവൾ ബാൽക്കണിയിലിരിക്കുമ്പോൾ ശരണ്യ അവളുടെ പുറകെ തന്നെ നടക്കുന്നുണ്ട്. പിണങ്ങിയോ? അവളെ സോപ്പിട്ട് കാര്യം നടത്തുകയാണ്. ശരി, ഈ ഒരാഴ്ച ഞാൻ സമ്മതിക്കാം, അടുത്ത ആഴ്ച മുതൽ എൻ്റെ ഒപ്പം വരണം, സമ്മതിച്ചോ? അവൾ ചോദിച്ചു. ശരി, അടുത്ത ആഴ്ചയല്ലേ, നമുക്ക് അത് പിന്നത്തെ ആഴ്ച ആക്കിയാലോ? അവൾ ചോദിച്ചതും വേണ്ട, നാളെ തന്നെ പോരട്ടോ, അവൾ പറഞ്ഞു. അയ്യോ വേണ്ട വേണ്ട, ഈ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വരാം, അവൾ പറഞ്ഞു. എന്നാ ചെന്ന് ഫ്രഷായിട്ട് വന്ന് കിടന്നോ, ഞാൻ വരാം, അവൾ പറഞ്ഞു. ചേച്ചി എന്താ ഇവിടെ വന്നിരിക്കുന്നത്? അവൾ ചോദിച്ചു. ഒന്നുമില്ല, പറ, നീ അങ്ങോട്ട് നോക്ക്, അവൾ പറഞ്ഞപ്പോഴാണ് ശരണ്യ ലവ് ബേർഡ്സിൻ്റെ കൂട്ടിലേക്ക് നോക്കിയത്. 2 പേരും ഒരുമിച്ച് ചേർന്ന് ഇരിക്കുകയാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്.
ഇതെല്ലാം കണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്, ദക്ഷ പറഞ്ഞു. സത്യം, ഇവർക്ക് എന്ത് സുഖാല്ലേ. പഠിക്കാൻ പോകണ്ട, രാവിലെ നേരത്തെ എഴുന്നേൽക്കണ്ട, ജിമ്മിൽ പോകണ്ട, കറക്റ്റ് സമയത്ത് വെള്ളവും തീറ്റയും എല്ലാം കൊടുക്കും. എന്നാൽ നമ്മുടെ അവസ്ഥ നോക്കണേ. അടുത്ത ജന്മമെങ്കിലും എനിക്ക് വല്ല ലവ് ബേഡ്സ് ആയാൽ മതിയായിരുന്നു, ശരണ്യ പറഞ്ഞു. പക്ഷേ മോളെ, നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് വേണമെങ്കിലും കഴിക്കാം. പക്ഷേ അവർ ആ കൂട്ടിൽ ബന്ധനത്തിലാണ്. ബന്ധനമെന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചവർക്കേ അത് മനസ്സിലാകൂ, ദക്ഷ പറഞ്ഞു. അവൾ പറഞ്ഞു വന്നപ്പോൾ തന്നെ ശരണ്യയ്ക്ക് അവളുടെ മനസ്സിലേക്ക് എന്താണ് വന്നത് എന്ന് മനസ്സിലായതും, ഒരു കണക്കിന് ശരിയാ. ചിക്കൻ തിന്നാൻ പറ്റുമോ, ബിരിയാണി കഴിക്കാൻ പറ്റുമോ, ഐസ്ക്രീം കഴിക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ തന്നെയാ നല്ലത്, അവൾ പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് പഴയ മൂഡിലേക്ക് തന്നെ വന്നു ദക്ഷ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷ അവിടെ നിന്നും എഴുന്നേറ്റു. അവൾ പോകുമ്പോൾ അവളുടെ പുറകെ തന്നെ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ശരണ്യയും പോയി. ഇതെല്ലാം ശ്രീദേവ് തൻ്റെ മുറിയിലിരുന്നു കൊണ്ട് കാണുന്നുണ്ടായിരുന്നു. അവൻ്റെ മനസ്സിലേക്ക് അപ്പോൾ കടന്നു വന്നത് സഞ്ജീവ് അവളുടെ കയ്യിൽ പിടിച്ചതും അവൻ്റെ മുന്നിൽ നിന്ന് ദക്ഷ കരയുന്നതുമാണ്. തൻ്റെ പെണ്ണിനെ സഞ്ജീവ് തൻ്റെ അടുത്ത് നിന്ന് തട്ടിയെടുക്കുന്നു എന്നൊരു ഭയം ശ്രീദേവിന് വന്നു. പക്ഷെ വിട്ടുകൊടുക്കില്ല എന്ന് അവൻ്റെ മനസ്സ് അതിശക്തമായി തന്നെ പ്രതികരിച്ചു കൊണ്ടും ഇരുന്നു. പിറ്റേ ദിവസം ഗോകുലും ജീവനും സാറയും ലയയും എത്തി. കൂടെ ദക്ഷയും അഥർവും എല്ലാവരും കൂടി അവരുടെ വർക്കിംഗ് സ്പേസിലേക്ക് പോയി. അവർ എല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധി തന്നെ ശ്രമിച്ചു. ഡിസ്കഷൻ നടത്തി, മനസ്സിലുള്ള കാര്യങ്ങൾ പരസ്പരം പങ്കുവച്ചു. പുതിയ ഡിസൈൻസുകൾ അവർ തീർത്തുകൊണ്ടിരുന്നു. സഞ്ജീവ് തിരക്കിലായിരുന്നു. അവൻ്റെ മറ്റു ബിസിനസ്സുകളിൽ അവൻ ബിസിയായിരുന്നു. എങ്കിലും ഇപ്പോൾ ദക്ഷയ്ക്ക് വേണ്ടി തുടങ്ങിയ യുവ ട്രെൻഡ്സ്, അതിലും അവൻ ശ്രദ്ധ കൊടുത്തിരുന്നു. പുതിയ ഡിസൈൻസുകൾ എല്ലാം ദക്ഷ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. സഞ്ജീവിനും അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഇതുവരെ കാണാത്ത വ്യത്യസ്തമായ രീതിയിൽ, എന്നാൽ എല്ലാത്തിനും ഒരു ക്ലാസിക് ടച്ചുമുണ്ട് എന്ന് അവന് തോന്നി. ശ്രീദേവ് എങ്ങും പോവാതെ ഫ്ലാറ്റിൽ തന്നെ ദക്ഷയെയും കാത്ത് എപ്പോഴും ഇരുന്നു. ദക്ഷ എവിടെയാണ് എന്നെല്ലാം കിച്ചണിൽ നിൽക്കുന്ന ചേച്ചി വിളിച്ചു പറയുന്നുണ്ട്. അതിനിടയ്ക്ക് അവൻ ഓർഡർ ചെയ്ത ഫുഡ്, ദക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകം വരുത്തുന്ന സാധനങ്ങളും അവർ ആ റൂമിൽ ഇരിക്കുമ്പോൾ ആ ചേച്ചിയെ വിളിച്ച് അവൻ കൊടുക്കുമായിരുന്നു. അത് ആ ചേച്ചി കറക്റ്റായിട്ട് തന്നെ ദക്ഷയുടെ മുന്നിലേക്ക് എത്തിക്കുമായിരുന്നു. ആ ചേച്ചി ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാണ് എത്തിക്കുന്നത് എന്നും. അതുപോലെ തന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഉണ്ടാക്കി. അത് ശ്രീദേവ് പറഞ്ഞ് ഏൽപ്പിച്ചതാണ്. അതുമായിട്ട് ചേച്ചി ഓഫീസ് റൂമിലേക്ക് തീർന്നു. എല്ലാവർക്കും നേരെ കൊടുത്തു. ദക്ഷയ്ക്ക് അത് കണ്ടത് ഒത്തിരി സന്തോഷം തോന്നി. ഇതെവിടുന്ന ചേച്ചി, ദക്ഷ ചോദിച്ചു. ഞാൻ ഉണ്ടാക്കിയതാ മോളെ. ഇങ്ങനെ എന്തെങ്കിലും മധുരം കഴിക്കണം തോന്നി, അങ്ങനെ ഉണ്ടാക്കിയതാണ്. കുറച്ചേ ബാക്കിയുള്ളൂ. എങ്ങനെയുണ്ടെന്ന് നോക്ക്, ചേച്ചി പറഞ്ഞു. നന്നായിട്ടുണ്ട്, അവൾ പറഞ്ഞു. അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത്. സഞ്ജീവാണ് എന്ന് കണ്ടതും അവൾ ആ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവൾ ബാൽക്കണിയിലേക്ക് ചെന്നു. അവിടെ നിന്നും അവൾ സഞ്ജീവുമായി സംസാരിച്ചുകൊണ്ട് പായസം കുടിച്ചുകൊണ്ടിരുന്നു. അവൾ കുടിക്കുമ്പോഴെല്ലാം ശ്രീദേവിൻ്റെ കണ്ണുകളും മനസ്സും നിറയുകയായിരുന്നു. അവൾ ആഗ്രഹിച്ചത് ഒന്നും തനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവളുടെ ആഗ്രഹങ്ങൾ ഒന്നും തന്നോട് പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ ഒളിഞ്ഞു നിന്ന് താൻ ചെയ്തു കൊടുക്കേണ്ടി വരുന്നു. അവളുടെ കൂട്ടുകാരിൽ നിന്നും കിട്ടിയ അവളുടെ ഇഷ്ടങ്ങൾ എല്ലാം. സഞ്ജീവേട്ടാ, ഞങ്ങൾ ഡിസൈൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മെറ്റീരിയൽസ് എല്ലാം എടുക്കണം. അതിനുവേണ്ടി ഒന്ന് പുറത്ത് പോകേണ്ടി വരും. ഇവിടെ നിന്ന് എടുക്കണോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിന്ന് എടുക്കണോ? എത്രയധികം നമ്മുടെ ഡിസൈൻസ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരിൽ നിന്നും അറിഞ്ഞിട്ടില്ല. അതൊന്ന് ക്ലിയർ ചെയ്യാമോ? എന്നിട്ട് ഞങ്ങൾക്ക് മെറ്റീരിയൽസ് എടുക്കാനാണ്. സഞ്ജീവേട്ടനും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു, ദക്ഷ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. നമ്മുടെ ഭാഗത്ത് നിന്ന് ഒന്നിനും ഒരു കുറവും വരേണ്ട. അതുകൊണ്ട് ഇവിടെ നിന്നല്ലെങ്കിൽ മറ്റെവിടെ നിന്നാണെങ്കിലും നമുക്ക് മെറ്റീരിയൽസ് എടുക്കാം, സഞ്ജീവ് പറഞ്ഞു. ഞങ്ങൾ ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡിസൈൻസ്, അതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം ഇവിടെ തന്നെ കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും സഞ്ജീവേട്ടനൊന്ന് അന്വേഷിച്ചിട്ട് പറയൂ. ഞങ്ങളിനി അതിനായി വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ തന്നെ 30-ലധികം ഡിസൈൻസ് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി അതെല്ലാം മെറ്റീരിയൽസിലേക്ക് ഞങ്ങൾ മനസ്സിൽ കണ്ട അതേ രീതിയിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നതാണ് ഇനിയുള്ള ജോലി. അതിനായി നല്ലൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഞങ്ങൾക്ക് വേണം. കാരണം എക്സ്പീരിയൻസ് ഉള്ളവർ ആകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കുറച്ചുകൂടി അവർക്ക് ഭംഗിയായി ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. അതിനെ പറ്റിയ 2 പേരെ കൂടി കിട്ടിയാൽ ഉപകാരമായിരിക്കും എന്ന് തോന്നുന്നു, ദക്ഷ പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ മാനേജറെ വിളിച്ച് പറയാം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് വെച്ചാൽ അയാളോട് പറയൂ.
ഇനി എന്നോട് പറഞ്ഞ് ഞാൻ അയാളോട് പറയുന്നതിലും നല്ലതല്ലേ നിങ്ങൾ നേരിട്ട് സംസാരിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ എൻ്റെ PS പറയേണ്ടി വരും, സഞ്ജീവ് പറഞ്ഞു. വേണ്ട സഞ്ജീവേട്ട, സഞ്ജീവേട്ടൻ്റെ PS എന്ന് പറഞ്ഞാൽ സഞ്ജീവേട്ടൻ്റെ ബിസിനസ് കാര്യങ്ങളെല്ലാം നോക്കാൻ സഞ്ജീവേട്ടൻ്റെ കൂടെ ഉള്ളതല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതെല്ലാം അറേഞ്ച് ചെയ്തു തരാൻ പറ്റിയ ഒരാളെ മാത്രം മതി. ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തോളാം. എനിക്കിവിടെ പരിചയമുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ആളെ എനിക്കറിയില്ല. പിന്നെ എൻ്റെ ഡ്രസ്സെല്ലാം ഡിസൈൻ ചെയ്തത് മുഴുവനും ചേച്ചിയായിരുന്നില്ലേ, ചേച്ചിയുടെ ഡിസൈനർമാരായിരുന്നില്ലേ. അതുകൊണ്ട് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം സഞ്ജീവേട്ടനോട് ചോദിച്ചത്. അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ അതിനുവേണ്ടി ഇറങ്ങുമായിരുന്നു. സഞ്ജീവേട്ടനെ ബുദ്ധിമുട്ടിക്കലായിരുന്നു, അവൾ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നത്, ഈ കഷ്ടപ്പെടുന്നത് എല്ലാം എനിക്ക് വേണ്ടിയാണ് അല്ലേ? ഞാൻ വളർത്തിക്കൊണ്ടുവരാൻ പോകുന്ന നമ്മുടെ പുതിയൊരു സംരംഭത്തിന് വേണ്ടിയാണ് നിങ്ങൾ അവിടെ കഷ്ടപ്പെടുന്നത്. എനിക്ക് ഇത്രയെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റണ്ടേ? അപ്പോൾ അതുകൊണ്ട് അതോർത്ത് ടെൻഷൻ ആവണ്ട. ഞാൻ എന്തായാലും എൻ്റെ മാനേജറോട് പറയാം, സഞ്ജീവ് പറഞ്ഞു. അപ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദം കേട്ടത്. ആരോ വന്നു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞതും ആരാണ് എന്ന് നോക്കിയിട്ട് ഡോറ് തുറന്നാൽ മതി, സഞ്ജീവ് പറഞ്ഞു. സഞ്ജീവേട്ടാ, അവൾ എന്തോ പറയാൻ വന്നതും, അല്ലെങ്കിൽ നീ ചെന്ന് ഡോറ് തുറക്കണ്ട, ആ ചേച്ചി അവിടെയില്ലേ, സഞ്ജീവ് ചോദിച്ചു. ആ ഉണ്ട്, ചേച്ചി പോയി തുറന്നോളും എന്ന് പറഞ്ഞ് ദക്ഷ സഞ്ജീവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ ചേച്ചി വന്ന്, മോളെ, സഞ്ജീവ് സാറിൻ്റെ സഹോദരൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. സഞ്ജീവേട്ടാ, അവൾ വിളിച്ചു. നീ ചെല്ല്, അവനോട് സംസാരിച്ചിരിക്കെ, അപ്പോഴേക്കും ഞാൻ വരാം. ഞാൻ ഇറങ്ങി, ഞാൻ ഓഫീസിൽ നിന്നും ഫ്ലാറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും അങ്ങോട്ട് വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൻ വരുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇറങ്ങിയത്. എന്തായാലും നീ അവനോടൊന്ന് സംസാരിക്കുക, ഞാൻ അപ്പോഴേക്കും എത്താം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഹാളിലേക്ക് ചെന്നപ്പോൾ കണ്ടു അവിടെ ഇരിക്കുന്ന സായൂജിനെ. ദക്ഷിണയെ കണ്ടതും സായൂജ് അവിടെ നിന്നും എഴുന്നേറ്റു. ഹായ്, സുഖാണോ? എന്തു പറയുന്നു? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചു. ശബ്ദം കേട്ട് ആ സമയം തന്നെ അഥർവും ശരണിയും അവരുടെ ഓഫീസ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അവിടെ നിൽക്കുന്ന ആളെ കണ്ടതും അഥർവ് നോക്കി. നിങ്ങളുണ്ടായിരുന്നു ഇവിടെ? സായൂജ് ചോദിച്ചു. അതെന്താ ചേട്ടാ, ഞങ്ങളില്ലാന്ന് വെച്ചിട്ടാണോ ചേട്ടൻ വന്നത്? ശരണ്യ ചോദിച്ചതും അഥർവ് അവളെ ഒന്ന് കനപ്പിച്ച് നോക്കി. അവൻ്റെ ആ നോട്ടം ഗവനിക്കാതെ അവൾ വീണ്ടും സായൂജിനെ നോക്കി. അല്ല, ഞാൻ സഞ്ജീവേട്ടനെ കാണാൻ വേണ്ടി വന്നതാണ്. അതിന് സഞ്ജീവേട്ടൻ്റെ ഫ്ലാറ്റ് ഇതല്ലല്ലോ ചേട്ടാ, ആ കാണുന്നതാണ്. ചേട്ടൻ വഴി തെറ്റി വന്നതാണെന്ന് തോന്നുന്നു. എന്നാൽ ചേട്ടൻ ചെല്ല്, ഇപ്പോൾ സഞ്ജീവേട്ടൻ ഇവിടെ ഇല്ലല്ലോ. അല്ലെങ്കിൽ ചേട്ടൻ എന്തായാലും ഓഫീസിലേക്ക് പോ, അവിടെ ഉണ്ടാകും, ശരണ്യ പറഞ്ഞുകൊണ്ട് ദക്ഷയുടെ അടുത്തേക്ക് വന്നു. അല്ല, ഞാൻ വിളിച്ചിരുന്നു, ചേട്ടൻ വരാമെന്ന് പറഞ്ഞു. എന്നാൽ ചേട്ടനൊരു കാര്യം ചെയ്യ്, ഞാൻ ആ ഫ്ലാറ്റിൻ്റെ താക്കോൽ എടുത്തിട്ട് വരാം, അവിടെ പോയി ചേട്ടൻ ഇരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ പോയതും ഞാൻ ഇവിടെ ഇരുന്നോളാം, സായുജ് പറഞ്ഞു. അല്ല ചേട്ടാ, അത് ബുദ്ധിമുട്ടാകില്ലേ? അവൾ ചോദിച്ചു. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അവൻ പറഞ്ഞു. അയ്യോ ചേട്ടനല്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവേ എന്നാ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ അല്പം തിരക്കിലാണ്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടേ. ഞങ്ങൾ തിരക്കിലാണ്. ചേട്ടൻ അറിയോ എന്നറിയില്ല, ഒരു ഫാഷൻ ഷോയുടെ ഭാഗവുമായിട്ട് അതിൻ്റെ തിരക്കിലാണ്. ചേട്ടൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചേട്ടൻ ഇവിടെ എഴുത്തിയിട്ട് ഞങ്ങൾ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതിലും നല്ലത് ചേട്ടൻ അങ്ങോട്ട് പോകുന്നതല്ലേ, ശരണി ചോദിച്ചു. ഇതെന്തൊക്കെയാ പറയുന്നത് ഇവൾ എന്നുള്ള രീതിയിൽ അഥർവ് ശരണ്യെ നോക്കി. ഇറങ്ങിപ്പോകാൻ പറഞ്ഞതുപോലെയാണ് സായുജിന് തോന്നിയത്. സായുജ് അവളെ നോക്കി പല്ല് കടിച്ചു. അപ്പോഴേക്കും കിച്ചണിൽ നിൽക്കുന്ന ചേച്ചി ഒരു ഗ്ലാസ് ചായയുമായിട്ട് അങ്ങോട്ട് വന്നു. ചേച്ചി ചായ എടുത്തോ? ചേട്ടൻ അപ്പുറത്തേക്ക് പോകും, ഒരു കാര്യം ചെയ്യ്, ചേച്ചി എടുത്തതല്ലേ, ഇങ്ങോട്ട് തന്നേക്ക്, സായുജ് പെട്ടെന്ന് പറഞ്ഞു. ചേച്ചിയാണോ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്? സായുജ് ചോദിച്ചു. അവിടുത്തെ കാര്യങ്ങളും ഞാനാ നോക്കുന്നത്, ആ ചേച്ചി പറഞ്ഞു. അതെയോ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാവോ അവിടെ? അവൻ ചോദിച്ചു. അതിന് സാറ് അവിടെ ഫുഡ് ഉണ്ടാക്കാറില്ലല്ലോ, ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. സഞ്ജീവ് സാറ് ഇവിടെ വന്ന് കഴിക്കും, ആ ചേച്ചി പറഞ്ഞു. എനിക്ക് കഴിക്കാനുണ്ടാകുമോ എന്തെങ്കിലും? ചേച്ചിയോട് ചോദിച്ചതും അയ്യോ ചേട്ടാ, ഭക്ഷണം ആവുന്നതല്ലേ ഉള്ളൂ അല്ലേ ചേച്ചി, ശരണ്യ ചോദിച്ചതും ആ ചേച്ചി ശരണ്യയുടെ മുഖത്തേക്ക് നോക്കി. അവൾ ഒന്ന് സമയം നോക്കി. 11 ആയുള്ളൂ ചേച്ചി, ശരണ്യ പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യ്, അങ്ങോട്ട് പൊയ്ക്കോ, ഫുഡായി കഴിയുമ്പോൾ ചേച്ചി വന്ന് വിളിക്കും, ശരണ്യ പറഞ്ഞു. എന്നാൽ ദക്ഷ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് സായുജ് അവളെ നോക്കി. ദക്ഷ, താനെന്താ ഒന്നും പറയാത്തത്? ഞാൻ പറയാനുള്ളത് തന്നെയാണ് അവൾ പറഞ്ഞത്. ഞങ്ങൾ അല്പം തിരക്കിലാണ്, പുതിയൊരു ജോലി ഏറ്റെടുത്തിരിക്കുകയാണ്, അത് ഭംഗിയായിട്ട് ചെയ്യണം, അതിൻ്റെ ഓട്ടത്തിലാണ് ഞങ്ങൾ. ആണോ? എന്നാൽ ഞങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല, എനിക്ക് അവിടുത്തെ ഫ്ലാറ്റിൻ്റെ താക്കോൽ തന്നോളൂ, അവൻ പറഞ്ഞതും ശരണ്യ വേഗം പോയി ഫ്ലാറ്റിൻ്റെ താക്കോൽ എടുത്തു.
അതേ സമയമാണ് അങ്ങോട്ട് സഞ്ജീവ് വന്നത്. നീ എന്താ ഇവിടെ വന്നത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവിടേക്ക് പോയിക്കോളാനല്ലേ, നമ്മുടെ ഫ്ലാറ്റിലേക്ക് കയറി ഇരുന്നോളാൻ, സഞ്ജീവ് ചോദിച്ചു. അതേട്ടാ, ഞാൻ താക്കോൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അവൻ പറഞ്ഞു. എന്നാൽ നിനക്ക് ഓഫീസിൽ വന്നാൽ പോരായിരുന്നോ? ഇവരെ എന്തിനാ ശല്യപ്പെടുത്തിയത്? സഞ്ജീവ് ചോദിച്ചു. ഞാനതിന് ഒന്നും ചെയ്തില്ല ഏട്ടാ, ഞാൻ വന്ന് ബെല്ലടിച്ചു, ഇപ്പോൾ വന്നേയുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കാനുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതും അതിന് സമയമാകുന്നതേ ഉള്ളൂ, സഞ്ജീവ് കയ്യിലെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം ഞാൻ ഓർഡർ ചെയ്യാം, നീ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജീവ് പുറത്തേക്ക് നടന്നു. പുറത്തേക്ക് പോകുമ്പോഴും അവൻ ദക്ഷയെ നോക്കിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി അപ്പുറത്തെ ഫ്ലാറ്റിലേക്ക് കയറി. എന്നാൽ കിച്ചണിലേക്ക് ചെന്ന ആ ചേച്ചി അപ്പോൾ തന്നെ വിളിച്ച് ശ്രീദേവിനോട് പറഞ്ഞു, സഞ്ജീവിൻ്റെ സഹോദരൻ സായൂജ് അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ശ്രീദേവിൻ്റെ കണ്ണുകൾ കുറുകി, ഇരയെ കിട്ടിയ പോലെ. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഒരുപാട് പേര് ഈ സ്റ്റോറിയെ പറ്റി കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പലർക്കും സ്ത്രീകളെ വളരെ താഴ്ത്തി പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാ സ്റ്റോറിയിലും ഞാനങ്ങനെ ഒരിത് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ കഥ അവസാനിച്ചിട്ടില്ലല്ലോ, ഇനിയും പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. എന്തെങ്കിലുമൊക്കെ ഒരു ട്വിസ്റ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പാടില്ലേ? അതിനു മുമ്പേ കയറി വിലയിരുത്തേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ട്വിസ്റ്റുകൾ ചിലപ്പോൾ ഇനി വന്നേക്കാം. അതുകൊണ്ട് സ്റ്റോറി കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും ഞാൻ മാനിക്കുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീണ്ടും കമൻറ്റ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.